സൂര്യ നായകനായ ഏറ്റവും പുതിയ ചിത്രം സമ്മിശ്ര പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ്. ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുമില്ല. അതേസമയം താൻ ഒരു മികച്ച നടനല്ലെന്നും തന്നെ പലരും ഓവർ ആക്ടിംഗ് നടനെന്ന് വിളിക്കാറുണ്ടെന്നും പറയുകയാണ് സൂര്യ തന്നെ. മെയ്യഴകൻ പോലെ ഒരു സിനിമ തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലെന്നും തനിക്ക് കാർത്തിയാകാൻ കഴിയില്ലെന്നും നടൻ കൂട്ടിച്ചേർത്തു. റെട്രോ സിനിമയുടെ ഭാഗമായി സംവിധായകൻ കാർത്തിക് സുബരാജ്, സംഗീത സംവിധായകൻ സന്തോഷ് നാരായണൻ എന്നിവരുമൊത്തുള്ള റെക്ടാങ്കിൾ ടേബിൾ ഡിസ്കഷനിലായിരുന്നു സൂര്യ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഞാനൊരു മികച്ച നടനല്ല, ചിലർ എന്നെ ഓവർ ആക്ടിംഗ് നടനെന്ന് വിളിക്കും. അതേ അഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ടാകാം. പക്ഷേ ബാലസാറിൽ നിന്ന് പഠിച്ച പാഠങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും അത് സംഭവിക്കണമെന്നില്ല. ഞാൻ ആത്മാർത്ഥമായാണ് പ്രവർത്തിക്കുന്നത്. നോക്കൂ, മെയ്യഴകൻ പോലെ ഒരു ചിത്രമെടുത്താൽ എനിക്ക് കാർത്തിയാകാൻ കഴിയില്ല. എനിക്ക് മെയ്യഴകൻ ചെയ്യാൻ കഴിയില്ലെന്നും സൂര്യ പറഞ്ഞു. സൂര്യയെ നായകനാക്കി കാർത്തിക് സുബരാജ് സംവിധാനം നിർവഹിച്ച ചിത്രമാണ് റെട്രോ. വലിയ പ്രതീക്ഷയോടെയായിരുന്നു ചിത്രമെത്തിയത്. എന്നാൽ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും നേടാനായത്. ആഗോള ബോക്സ് ഓഫീസിൽ 73.5 കോടി രൂപയിലധികം ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ദിനംപ്രതി സിനിമയുടെ കളക്ഷൻ കണക്കുകൾ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന വാർത്തകളും പുറത്തുവരികയാണ്. സൂര്യയുടെ 44ാം ചിത്രമാണ് റെട്രോ. 1980കളിൽ നടക്കുന്ന കഥയാണ് റെട്രോ പറയുന്നത്. പൂജ ഹെഗ്ഡെയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ജോജു ജോർജ്, ജയറാം, നാസർ, പ്രകാശ് രാജ്, സുജിത് ശങ്കർ, കരുണാകരൻ, പ്രേംകുമാർ, രാമചന്ദ്രൻ ദുരൈരാജ്, സന്ദീപ് രാജ്, മുരുകവേൽ, രമ്യ സുരേഷ് തുടങ്ങിയവരാണ് റെട്രോയിൽ മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സൂര്യയുടെ 2D സിനിമാസും കാർത്തിക് സുബരാജിന്റെ സ്റ്റോൺ ബെഞ്ചും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.